പേര് ജോർജ്. ഈ വീഡിയോയിൽ കാണുന്നത് ഈ അടുത്തിടയ്ക്ക് ഞാനൊരു അതായത് സോഷ്യൽ മീഡിയ വന്നതാണ് ഒരു ക്ലിപ്പിംഗ് ആണ്. അത് വേറൊന്നുമല്ല, ഓണം പരിപാടിക്കിടയിൽ മറ്റേ ട്രിവാൻഡ്രത്ത് നടന്ന ഒരു ഓണം, നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നടന്ന ഓണം പരിപാടിക്കിടയിൽ ഒരു പുള്ളി ഡാൻസിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അത് പത്രത്തിലൊക്കെ വന്നാൽ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരു ഗ്രൂപ്പിലിട്ടപ്പം അത് ശരിക്കും പറഞ്ഞാൽ ചിലവർക്ക് അത് പിടിച്ചില്ല. അത് മീൻസ് പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതെനിക്ക് അതായത് അവർ മനസ്സിന് ബലമില്ല, അതുകൊണ്ട് അവർ പറഞ്ഞു അങ്ങനെ ഇടരുത്. അത് 3 പേര് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എനിക്ക് ആദ്യമേ എന്ന് പറയുന്നിടത്ത് അങ്ങനെ എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ആദ്യമേ അത് എതിർക്കാനാണ് തോന്നിയത്. പിന്നെ എനിക്ക് അതൊരു മാറ്റം ഉണ്ടായി. അത് ഞാൻ അവസാനം പറയാം. അടുത്തതെന്ന് പറയാൻ നേരത്ത് ഈ അടുത്തിടയ്ക്ക് അമേരിക്കയിൽ ചാർലി കർക്ക് എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല, അവിടെ പുള്ളി എന്താ പറയുക, പുള്ളി ശരിക്കും പറഞ്ഞാൽ സംവാദം ഇഷ്ടമുള്ള ഒരു പാർട്ടിയാണ്. പുള്ളി അങ്ങനെ എല്ലാവരുമായിട്ട് ഡിബേറ്റ് നടത്തുന്ന ഒരു മനുഷ്യനാണ്, വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്ക് ഇപ്പം ഡിബേറ്റ് നടത്താൻ നേരത്ത് നിലപാടുകൾ കാണും, അല്ലെങ്കിൽ പിന്നെ നിലപാടില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യന് വ്യക്തിത്വം ഇല്ലെന്നേ പറയുള്ളൂ. അപ്പോൾ ആ നിലപാട് പുള്ളി നിൽക്കുന്നതാണ്. അപ്പം കണ്ടതാണ്, മീൻസ് എല്ലാവരും കണ്ടു കാണുമെന്ന്. ഇവിടെ അത്രയും പുള്ളി പോപ്പുലർ അല്ല, പക്ഷെ അമേരിക്കയിൽ വലിയ പോപ്പുലറാണ്. ഈ ഒരു യങ്സ്റ്ററാണ്, യുവാവാണ്, അധികം പ്രായമൊന്നുമില്ല. അപ്പോൾ ആ പുള്ളിയെ അതായത് മീൻസ് ഒരു സ്നൈപ്പർ ദൂരത്ത് നിന്ന് പുള്ളിയെ വെടിവെച്ച് കൊന്നു. അത് കറക്റ്റായിട്ടാണ് പുള്ളിയെ വെടിവെച്ചത്. കഴുത്തിലെ നരമ്പാണ് മറ്റേ ബ്ലഡ് വരുന്നതെന്ന് പറയുന്നിടത്ത് ഒരു ഫൗണ്ടൻ പോലെയായിരുന്നു ബ്ലഡ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന നേരത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിയാണ് അത് പറയുന്നതിൽ. ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞു ഇവിടെ മറ്റേ ട്രിവാൻഡ്രത്ത് കൊഴിഞ്ഞു വീണ് മരിച്ചത്, അതായത് ശരിയാണ്. അത് കാണാൻ നേരത്ത് നമ്മളിപ്പോൾ അതൊക്കെ എന്താ പറയുക, തയമ്പിച്ചിരിക്കുകയാണ്. അത് അങ്ങനെ ആവരുത്. അതായത് നമുക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഉള്ളു തന്നെ ഒന്ന് കിടുങ്ങണം. അങ്ങനത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഉള്ളു തന്നെ കിടുങ്ങണം. പക്ഷെ ഇപ്പം എന്ന് പറയുന്ന നേരത്ത് ആൾക്കാരെല്ലാം ഇത് കണ്ട് തയമ്പിച്ചിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ചിലർ തന്നെ അങ്ങനെ എത്രയറ്റം ഇങ്ങനത്തെ ഒക്കെ വയലന്റ് ഉള്ള ക്ലിപ്പിങ്സ് കാണുന്നുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, സ്വന്തം ഒരു ഡോക്ടറെ അടുത്ത് പോയി അത് തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് അത് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ കാണുന്നത് നമ്മുടെ വിചാരം എന്ന് പറയുന്നിടത്ത് അതങ്ങനെ ഉള്ളിലിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഇത് പറയാം. അതായത് ഇപ്പം അശ്ലീല പോൺ വീഡിയോസ് അത് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി അത് അകത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ തന്നെ അങ്ങോട്ട് അതിനൊരു ജീവൻ ഉണ്ടാവും. പിന്നെ എന്ന് പറയുന്ന നേരത്ത് അത് ചിലവർ അഡിക്ഷൻ വരെ ഉണ്ടാവും. മീൻസ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.